ഹായ് മക്കളെ, എൻട്രൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്റർ വളരെ ക്വിക്കായിട്ട് നമുക്കൊന്ന് റിവിഷൻ നടത്തി നോക്കാം. ആദ്യമായി ബയോമോളിക്യൂൾസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, അതുപോലെ ന്യൂക്ലിക് ആസിഡ്സ് എന്ന 3 വളരെ പ്രധാനപ്പെട്ട ബയോമോളിക്യൂൾസിനെ കുറിച്ചാണെന്ന് നമുക്കറിയാം. അതിലേറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന ഏരിയ കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ ഫോർമുല നിർബന്ധമായിട്ടും അറിയണം. CxH2OY ടൈംസ് എന്നതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ജനറൽ ആയിട്ടുള്ള ഫോർമുല. ഈ Y എന്നതിനെ നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ CxH2YOY എന്ന് വരും. അപ്പോൾ നമുക്കറിയാവുന്ന ജനറൽ എക്സാമ്പിൾസ് ലൈക്ക് ഗ്ലൂക്കോസിൻ്റെ ഫോർമുല നിങ്ങൾ നോക്കൂ, C6H12O6 ആണല്ലോ. ഈ ഫോർമുലയോട് നീതി പുലർത്തുന്ന ആളാണ്. അതുപോലെ നിങ്ങൾക്കറിയാവുന്ന വേറൊരാളാണ് സുക്രോസ്, C12H22O11. കണ്ടോ, ഹൈഡ്രജൻ എത്രയാണോ അതിൻ്റെ പകുതിയാണ് ഓക്സിജൻ വേണ്ടത്. കാർബണിൻ്റെ എണ്ണം പ്രശ്നമല്ല, കാരണം CX പിന്നീട് എവിടെയും X വരുന്നില്ല. അപ്പോൾ കാർബണിൻ്റെ എണ്ണം എത്രയോ ആയിക്കോട്ടെ, ഹൈഡ്രജൻ എണ്ണത്തിൻ്റെ പകുതിയാണ് ഓക്സിജൻ വേണ്ടത്. സോ ആ 2 മോളിക്യൂളുകളും ഈ ഫോർമുലയോട് നീതി പുലർത്തുന്നവരാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 എക്സെപ്ഷൻസ് നിങ്ങൾക്കിവിടെ പഠിക്കാനുണ്ട്. ഒന്നാമത്തവനാണ് റാംനോസ് എന്ന് പറയുന്ന ആൾ. റാംനോസിൽ C6H12O5 എന്നാണ് ഫോർമുല വരുന്നത്. ഇപ്പോൾ C6 അതെന്തോ ആയിക്കോട്ടെ, കാർബണിൻ്റെ എണ്ണം അതിനെ വിഷയമാകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. ഹൈഡ്രജൻ എണ്ണം 12 ആണ്. സോ ഓക്സിജൻ എണ്ണം വരേണ്ടത് 6 ആണ്, പക്ഷെ ഇവിടെ 5 ആണ് വന്നത്. എന്നാൽ പോലും ഇയാളൊരു കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പോൾ ഇതൊരു എക്സെപ്ഷനാണ്. രണ്ടാമത്തെ എക്സെപ്ഷനാണ് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡിൻ്റെ ഫോർമുല CH3COOH ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിനെ നമ്മൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ്റെ കണ്ടൻസ്ഡ് ഫോർമുലയിലേക്ക് മാറ്റുമ്പോൾ C2H4O2 എന്ന് വരും. അപ്പോൾ നോക്കിയാൽ കാർബണിൻ്റെ എണ്ണം 2, അതെന്തോ ആയിക്കോട്ടെ, ഹൈഡ്രജൻ്റെ എണ്ണത്തിൻ്റെ പകുതി ഓക്സിജൻ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇയാൾ കാർബോഹൈഡ്രേറ്റ് ആണ് എന്ന് തോന്നും, പക്ഷേ ഇയാൾ കാർബോഹൈഡ്രേറ്റ് അല്ല എന്നതാണ് അവിടെയുള്ള എക്സെപ്ഷൻ. അപ്പോൾ എക്സെപ്ഷൻ 2 രൂപത്തിലുണ്ട്. കാർബോഹൈഡ്രേറ്റ് ആയിട്ട് പോലും ജനറൽ ഫോർമുല കീപ്പ് ചെയ്യാത്തവൻ, ജനറൽ ഫോർമുല കീപ്പ് ചെയ്തിട്ട് പോലും കാർബോഹൈഡ്രേറ്റ് ആവാൻ പറ്റാത്തവൻ. ഇങ്ങനെ 2 രൂപത്തിലാണ് NCERT അവിടെ എക്സെപ്ഷൻസ് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് കിടക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാറ്റഗറൈസേഷനാണ് മോണോസാക്കറൈഡ്സ്. മോണോസാക്കറൈഡ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 എക്സാമ്പിൾ NCERT പരിചയപ്പെടുത്തുന്നത് ഇവരൊക്കെയാണ്. ഫസ്റ്റ് വൺ ഗ്ലിസറാൽഡിഹൈഡ്, എറിത്രോസ്, റൈബോസ്, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. ഈ പറയുന്നവരിലെല്ലാം എത്ര കാർബൺ ഉണ്ട്, അതിലെ പ്രധാന ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ എന്നുകൂടി ഇതിൻ്റെ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഗ്ലിസറാൽഡിഹൈഡിൽ 3 കാർബൺ ഉണ്ട്. 3 കാർബണെങ്കിലും ഉള്ളവനെ കാർബോഹൈഡ്രേറ്റ് ആവാൻ പറ്റുകയുള്ളൂ. അതിൻ്റെ താഴെയുള്ള കാർബണുകൾ ഉള്ള ആരും കാർബോഹൈഡ്രേറ്റ് ആവില്ല. മിനിമം നമ്പർ ഓഫ് കാർബൺ എന്ന് പറയുന്നത് 3 ആണ്. എറിത്രോസിൽ 4 കാർബണാണ്, റൈബോസിൽ 5 കാർബണാണ്, ഗ്ലൂക്കോസിൽ 6 കാർബണാണ്, ഫ്രക്ടോസിലും 6 കാർബണാണ്. ഓർത്ത് വെച്ചോളൂ. അതിലെ മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണെന്ന് ചോദിച്ചാൽ ഫ്രക്ടോസിൽ മാത്രം പ്രധാന ഫങ്ഷണൽ ഗ്രൂപ്പ് കീറ്റോൺ ആണ്. ബാക്കിയുള്ള എല്ലാത്തിലും മെയിൻ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ്. നോട്ട് ചെയ്യണേ മോനെ. അപ്പോൾ ഗ്ലിസറാൽഡിഹൈഡ്, എറിത്രോസ്, റൈബോസ്, ഗ്ലൂക്കോസിലെല്ലാം പ്രധാന ഫങ്ഷണൽ ഗ്രൂപ്പ് ആൽഡിഹൈഡ് ആണ്. പക്ഷെ ഫ്രക്ടോസിൽ മാത്രം അത് കീറ്റോൺ ആണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരാളാണടാ ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഡെക്സ്ട്രോസ് എന്ന് പറയുന്നത്. ഡെക്സ്ട്രോസ് കാരണം അയാളുടെ സ്പെസിഫിക് റൊട്ടേഷൻ ഡെക്സ്ട്രോ ഡയറക്ഷനിലാണ്. അഥവാ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ വലത്തോട്ടാണ് ഗ്ലൂക്കോസ് ഷിഫ്റ്റ് ചെയ്യുക. ആ ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത്രയാണ്, +52.5 ഡിഗ്രിയാണ് ഗ്ലൂക്കോസിൻ്റെ സ്പെസിഫിക് റൊട്ടേഷൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി ഗ്ലൂക്കോസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? സൂക്രോസിൽ നിന്നും സ്റ്റാർച്ചിൽ നിന്നും ഗ്ലൂക്കോസ് ഉണ്ടാക്കുക. സൂക്രോസിൻ്റെ ഫോർമുല C12H22O11 ആണ്. അതിലേക്ക് നിങ്ങൾക്കറിയാം അസിഡിക് മീഡിയത്തിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്ലൂക്കോസും ഫ്രക്ടോസും കിട്ടുമെന്നത് ഒരുപാട് പ്രസിദ്ധമായ ഒരു ഇക്വേഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത് അവിടെയുള്ള എൻസൈം
ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ്. എന്തുകൊണ്ട് ആ എൻസൈമിന് ഇൻവെർട്ടേസ് എന്ന് പേര് വന്നു? ഈ റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഇയാൾ ഡെക്സ്ട്രോ ആയിരുന്നു. റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് ഈ പ്രൊഡക്റ്റിൻ്റെ മൊത്തം സ്പെസിഫിക് റൊട്ടേഷൻ ലീവോ ആയി ഇൻവേർട്ട് ചെയ്യപ്പെട്ടു എന്നതുകൊണ്ടാണ് അതിനുപയോഗിക്കുന്ന എൻസൈമിൻ്റെ പേര് ഇൻവെർട്ടേസ് ആയത്. അതുകൊണ്ടാണ് ഈ റിയാക്ഷൻ്റെ പേര് ഇൻവേർഷൻ എന്നായത്. അതുകൊണ്ടാണ് ഈ മിക്സ്ചർ ഓഫ് പ്രൊഡക്റ്റിൻ്റെ മൊത്തത്തിലുള്ള പേര് ഇൻവേർട്ട് ഷുഗർ എന്നുമായത്. അപ്പോൾ ഇൻവേർട്ട് ഷുഗർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടിച്ചേർന്ന മിക്സ്ചറിൻ്റെ പേരാണ് ഇൻവേർട്ട് ഷുഗർ. അതൊക്കെ പേര് വരാനുള്ള കാരണം ഇതാണ്. റിയാക്ഷൻ നടക്കുന്നതിന് മുമ്പ് അയാൾ ഡെക്സ്ട്രോ ആയിരുന്നു. റിയാക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ അയാൾ ലീവോ ആയി ഇൻവേഴ്സ് ചെയ്യപ്പെട്ടു എന്നതുകൊണ്ടാണ്. എന്നാൽ ഇൻഡസ്ട്രിയലി ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻ ഇതാണ്, സ്റ്റാർച്ചിൽ നിന്നാണ്. സിമ്പിളാണ്. സ്റ്റാർച്ചിൻ്റെ ഫോർമുല C12H10O5N ടൈംസ് എന്നതാണ്. കണ്ടാലറിയാം, ഇതിൻ്റെ ഫോർമുല എഴുതിയപ്പോൾ മാറിപ്പോയി. C6H10O5 എന്നതാണ്. C6H10O5 കണ്ടാലറിയാം ഇത് ഗ്ലൂക്കോസ് ആവാൻ എന്തിൻ്റെ കുറവുണ്ട്? 2 ഹൈഡ്രജൻ്റെയും ഓരോ ഓക്സിജൻ്റെയും കുറവുണ്ട് എന്ന് പറഞ്ഞാൽ വാട്ടറിൻ്റെ കുറവുണ്ട്. അപ്പോൾ N ടൈംസ് ഈ മോളിക്യൂൾ ഉള്ളത് കൊണ്ട് N ടൈംസ് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് N ടൈംസ് എന്ത് കിട്ടും? C6H12O6 എന്ന ഗ്ലൂക്കോസ് കിട്ടും. അവിടെ മറ്റു പ്രൊഡക്റ്റുകളൊന്നും ഉണ്ടാകുന്നില്ല, കംപ്ലീറ്റ്ലി ഗ്ലൂക്കോസ് മാത്രമാണ് കിട്ടുന്നത്. സോ സ്റ്റാർച്ചിൽ നിന്ന് ഗ്ലൂക്കോസ് ഉണ്ടാക്കുന്നതാണ് ഇൻഡസ്ട്രിയൽ മെത്തേഡ്. ഗ്ലൂക്കോസിൻ്റെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് റിയാക്ഷൻസ് നിങ്ങൾ അറിയണം. 8 റിയാക്ഷൻസ് ആണ് മൊത്തത്തിലുള്ളത്. അതിൽ ഓക്സിഡേഷന് 2 റിഡക്ഷൻ 2 പഠിക്കേണ്ടത്. ഓരോന്നും നടക്കുന്ന സമയത്ത് അവിടെ കിട്ടുന്ന പ്രൊഡക്റ്റ് ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അസൈലേഷൻ നടക്കുമ്പോൾ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് പെൻറ്റാ അസൈൽ ഡെറിവേറ്റീവ് എന്നാണ്. പെൻറ്റാ അസൈൽ ഡെറിവേറ്റീവ്. റിയാക്ഷൻ വിത്ത് NH2OH എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിലമീൻ എന്നാണ് പേര്. ഗ്ലൂക്കോസ് ഇയാളുമായിട്ട് റിയാക്ട് ചെയ്യും. കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് ഓക്സൈം എന്നാണ്. ഗ്ലൂക്കോസ് ഫിനൈൽ ഹൈഡ്രസീനുമായിട്ട് റിയാക്ട് ചെയ്യും. കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് ഓസസോൺ എന്നാണ്. പഠിക്കണേ, ഓസസോൺ എന്നാണ് പേര്. അതിന് യെല്ലോ കളറാണ്, നീഡിൽ ലൈക്ക് സ്ട്രക്ചറാണ്. ഓസസോൺസ് യെല്ലോ കളേർഡ് നീഡിൽ ലൈക്ക് സ്ട്രക്ചേഴ്സാണ്. HCN-ഉമായിട്ട് റിയാക്ട് ചെയ്താൽ സയാനോഹൈഡ്രിൻ ആണ് നിങ്ങൾക്ക് കിട്ടുക. സയാനോഹൈഡ്രിൻ. ഓക്സിഡേഷനും റിഡക്ഷനുമാണ് എപ്പോഴും ചോദിക്കാറുള്ളത്. ഓക്സിഡേഷനിൽ മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡേഷനും സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡേഷനും ഉണ്ട്. മൈൽഡ് ഓക്സിഡേഷൻ നടത്താൻ ആവശ്യമുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ബ്രോമിൻ വാട്ടറാണ്. പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ആളാണ്. സെക്കൻഡ് വൺ ടോളൻസ് റിയേജൻ്റാണ്. തേർഡ് വൺ ഫെലിങ്സ് റിയേജൻ്റാണ്. ഫോർത്ത് വൺ ബെനഡിക്സ് റിയേജൻ്റാണ്. ഇതിലേത് ഉപയോഗിച്ചാലും കിട്ടുന്ന പ്രൊഡക്റ്റ് സെയിം ആണ്. ഗ്ലൂക്കോണിക് ആസിഡ് എന്നാണ് അവൻ്റെ പേര്. ഗ്ലൂക്കോണിക് ആസിഡ്. എന്നാൽ സ്ട്രോങ് ആയിട്ട് നീ ഓക്സിഡേഷൻ നടത്തിയാൽ അതിനുപയോഗിക്കുന്ന ആൾ HNO3 ആണ്. കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് ഗ്ലൂക്കാറിക് ആസിഡ് അല്ലെങ്കിൽ സക്കാറിക് ആസിഡ് എന്നും പേര് പറയും. ഗ്ലൂക്കാറിക് ഓർ സക്കാറിക് ആസിഡ്. ഗ്ലൂക്കോസ് ഇതിലേതുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ആൻസർ സെലക്ട് ചെയ്യുക. റിഡക്ഷനും ഈ പറഞ്ഞതുപോലെ മൈൽഡ് റിഡക്ഷനും സ്ട്രോങ് റിഡക്ഷനുമുണ്ട്. ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡുമായിട്ട് നീ റിഡക്ഷൻ നടത്തിയാൽ കിട്ടുന്ന പ്രൊഡക്റ്റിൻ്റെ പേര് സോർബിറ്റോൾ എന്നാണ്. എന്താ മോനെ? സോർബിറ്റോൾ. HI ഉപയോഗിച്ചാണ് നീ റിഡക്ഷൻ നടത്തുന്നതെങ്കിൽ നോർമൽ ഹെക്സെയിൻ ആണ് നിനക്കിവിടെ കിട്ടുക. ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ഒന്നാമത്തെ റിയാക്ഷൻ അതേതാ? അസൈലേഷൻ റിയാക്ഷൻ ഗ്ലൂക്കോസിൻ്റെ സൈക്ലിക് സ്ട്രക്ചറിനുള്ള പ്രൂഫാണ്. അപ്പോൾ ഗ്ലൂക്കോസിന് 2 ടൈപ്പ് സ്ട്രക്ചറുണ്ട്, സൈക്ലിക് സ്ട്രക്ചറും ഓപ്പൺ സ്ട്രക്ചറും ഉണ്ട്. സൈക്ലിക് സ്ട്രക്ചറിനുള്ള പ്രൂഫ് ഏതാണെന്ന് ചോദിച്ചാൽ അസൈലേഷനാണ്. ബാക്കിയുള്ളതെല്ലാം ഗ്ലൂക്കോസിൻ്റെ
ഓപ്പൺ സ്ട്രക്ചറിനുള്ള പ്രൂഫാണ്. ബാക്കിയുള്ളതെല്ലാം NH2OH, ഫിനൈൽ ഹൈഡ്രസിൻ, HCN, ഓക്സിഡേഷൻ റിഡക്ഷൻ എല്ലാം ഗ്ലൂക്കോസിൻ്റെ ഓപ്പൺ സ്ട്രക്ചറിനുള്ള പ്രൂഫാണ്. ചിലപ്പോൾ ഓപ്പൺ സ്ട്രക്ചറിനുള്ള പ്രൂഫ് എന്നെടുത്തു പറയാതെ ഇങ്ങനെ പറഞ്ഞേക്കാം, പ്രസൻസ് ഓഫ് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പോൾ ഗ്ലൂക്കോസിൽ ഏത് ഗ്രൂപ്പ് ഉണ്ട് എന്നതിനുള്ള തെളിവാണ് ഓക്സിഡേഷൻ എന്ന് ചോദിച്ചാൽ പറ, ആൽഡിഹൈഡ് ഗ്രൂപ്പ് CHO ഗ്രൂപ്പ് ഉണ്ട് എന്നതിനുള്ള തെളിവായിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ റിയാക്ഷൻസിനെയും യൂസ് ചെയ്യാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്, ആൽഫ ഗ്ലൂക്കോസും ബീറ്റ ഗ്ലൂക്കോസും തമ്മിലുള്ള ബന്ധം എന്ത്? മോനെ, ഗ്ലൂക്കോസ് എന്നുള്ള പേരിൽ മാറ്റമൊന്നും വരുന്നില്ല, ആൽഫ മാത്രം മാറി ബീറ്റയാകുന്നു എങ്കിൽ അവർ തമ്മിലുള്ള ബന്ധം എപ്പിമർ എന്നാണ്, അനോമർ എന്നാണ് പേര് പറയുക. നോട്ട് ചെയ്യണേ, അനോമർ എന്നാണ് പേര് പറയുക. എങ്ങനെയാണ് അനോമറിനെ കണ്ടെത്തുക? പേരിൽ മാറ്റമില്ല, ആൽഫ ബീറ്റ എന്ന് മാത്രമേ മാറ്റമുള്ളൂ എങ്കിൽ അവരെ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ അനോമർ എന്ന് പേര് പറയുക. രണ്ടാമത് നോക്കിയേ, ആൽഫ ഗ്ലൂക്കോസും ആൽഫ ഗാലക്ടോസും തമ്മിൽ എന്താ ബന്ധം? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ പേര് തന്നെ മാറുന്നുണ്ട്. ഗ്ലൂക്കോസ് എന്ന പേര് മാറി ഗാലക്ടോസ് ആകുന്നുണ്ട്. അപ്പം നമ്മൾ അവരെ വിളിക്കുന്ന പേരാണ് എപ്പിമർ. ക്ലിയർ അല്ലേ? ആൽഫ ഗ്ലൂക്കോസും ബീറ്റ മാനോസ് പേര് മാറുന്നുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. ഉണ്ട്, പേര് മാറുന്നുണ്ട് എങ്കിൽ പിന്നെ ആൽഫ ബീറ്റ അത് നോക്കേണ്ട കാര്യമേ ഇല്ല. പേര് മാറുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എപ്പിമർ, പേര് മാറുന്നില്ലെങ്കിൽ ദാറ്റ് ഈസ് അനോമർ. അപ്പോൾ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ആൽഫ ഫ്രക്ടോസും ബീറ്റ ഫ്രക്ടോസും തമ്മിൽ എന്തായിരിക്കും? ഇവിടെ പേര് മാറിയില്ല, സോ അവർ അനോമർ ആയിരിക്കും. അവിടെ എടുത്തു മനസ്സിലാക്കേണ്ട ഒരാളാണ്, അല്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉള്ളവനാണ് ആൽഫ ഗ്ലൂക്കോസ്, ആൽഫ ഫ്രക്ടോസ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ വിവരം വെച്ച് ഇവർ എപ്പിമർ എന്ന് പറയാനായിരിക്കും നിങ്ങൾക്ക് താല്പര്യം. പക്ഷേ അത് തെറ്റാണ്. ഇവർ തമ്മിൽ ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് ആണ്. ഇവരെ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ആരാ? ഗ്ലൂക്കോസും ഫ്രക്ടോസും. ആൽഫ ആവട്ടെ ബീറ്റ ആവട്ടെ, ഗ്ലൂക്കോസും ഫ്രക്ടോസും തമ്മിൽ എന്താ ബന്ധം? ഫങ്ഷണൽ ഗ്രൂപ്പ് ഐസോമേഴ്സ് ആണ്. അപ്പോൾ ബാക്കിയുള്ളവരെ ഏത് വന്നാലും പേര് മാറുന്നില്ലെങ്കിൽ അനോമറും, പേര് മാറുന്നുണ്ടെങ്കിൽ എപ്പിമറുമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. ഇൻ്റർമോളിക്കുലാർ ഫോഴ്സസ് എന്നാണ് IMF എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സും ഞാൻ ഒരുമിച്ച് ഇവിടെ പറയുകയാണ്. കാർബോഹൈഡ്രേറ്റിലെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. അത് കഴിഞ്ഞ് നമുക്ക് പഠിക്കാനുള്ള ആളാണല്ലോ പ്രോട്ടീൻസ്. പ്രോട്ടീനിൻ്റെ ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് എന്ന് പറയുന്നത് പെപ്റ്റൈഡ് ബോണ്ടാണ്. പെപ്റ്റൈഡ് ബോണ്ട്. ഓക്കെ. ന്യൂക്ലിക് ആസിഡ് ആണെങ്കിൽ ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ടാണ്. ഡയസ്റ്റർ ബോണ്ട്. ഇത് എന്ത് ടൈപ്പ് ബോണ്ടാണെന്ന് ചോദിച്ചേക്കും. ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് എന്ന് പറയുന്നത് ഈസ് എ ടൈപ്പ് ഓഫ് ഈതർ ബോണ്ടാണ്. ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണെന്ന് ചോദിച്ചാൽ ഈതർ ആണ്. പെപ്റ്റൈഡ് ബോണ്ടിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരാണെന്ന് ചോദിച്ചാൽ അമൈഡ് ആണ്. ഫോസ്ഫോഡയസ്റ്ററിൽ പിന്നെ അങ്ങനെ ഒരു ചോദ്യം ഇല്ല, കാരണം അവിടെ തന്നെ പേരിലുണ്ട് അത് എസ്റ്റർ ആണ് എന്നവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് ചോദിക്കില്ല. മുകളിലുള്ള രണ്ടെണ്ണത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. മോണോസാക്കറൈഡ് മുഴുവനായി പഠിച്ചു കഴിഞ്ഞാൽ ഡൈസാക്കറൈഡ് അറിയൽ നിർബന്ധമാണ്. പ്രധാനമായും 3 ഡൈസാക്കറൈഡുകളാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് മാൾട്ടോസ്, സൂക്രോസ്, ലാക്ടോസ്. ഈ 3 എണ്ണത്തിൻ്റെയും മോണോമേഴ്സ് ആരൊക്കെയാണ്? മോണോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തുപയോഗിച്ചാണ് ഇവർ ഉണ്ടാക്കിയത്? അവരുടെ ഏതെല്ലാം മോണോമേഴ്സാണ്, ആൽഫയാണോ ബീറ്റയാണോ എന്നൊക്കെ നിർബന്ധമായും അറിയണം. മാൾട്ടോസ് ഉണ്ടാക്കിയത് ഗ്ലൂക്കോസും കൂടി ചേർന്നാണ്, അഥവാ 2 ഗ്ലൂക്കോസ് കൂടി ചേർന്നാണ് മാൾട്ടോസ് ഉണ്ടാക്കുന്നത്. സൂക്രോസ് എന്ന് പറയുന്നത് പഠിക്കണേ മോനെ, ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടി ചേർന്നാണ് സൂക്രോസ് ഉണ്ടായത്. പഠിക്കണേ, ഗ്ലൂക്കോസും ഫ്രക്ടോസും. ലാക്ടോസ് ആണെങ്കിൽ ഗാലക്ടോസും ഗ്ലൂക്കോസുമാണ്. മാറരുതേ, ഗാലക്ടോസും ഗ്ലൂക്കോസും. ഈ ഓർഡറിൽ തന്നെ പഠിക്കണം. നിങ്ങൾ ഈ ലാസ്റ്റത്തെ ആളെ ഗ്ലൂക്കോസ് ഗാലക്ടോസ് എന്ന് തിരിച്ചു പഠിക്കരുത്, കാരണം എനിക്ക് അവരെ വെച്ചിട്ട് വേറൊരു പണിയുണ്ട്. എന്താണെന്നറിയോ? ഇവരൊക്കെ ആൽഫയാണോ ബീറ്റയാണോ എന്നറിയാൻ ഒരു ചെറിയ പാട്ടുണ്ട്. ആൽഫ ആൽഫ, ആൽഫ ബീറ്റ, ബീറ്റ ബീറ്റ. ഇതാണത്. പഠിച്ചേ.
ആൽഫ 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 ബീറ്റ ബീറ്റ ബീറ്റ. അത് മനസ്സിലുണ്ടെങ്കിൽ ഇവർ ആൽഫയാണോ ബീറ്റയാണോ എന്ന് പഠിക്കാൻ പറ്റും. മാൾട്ടോസിലെ 2 ഗ്ലൂക്കോസും ആൽഫയാണ്. സൂക്രോസിലെ ഗ്ലൂക്കോസ് ആൽഫയാണ്, ഫ്രക്ടോസ് ബീറ്റയാണ്. ആൽഫ 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 ബീറ്റ ബീറ്റ ബീറ്റ. ലാക്ടോസിലെ 2 മോണോമറും ബീറ്റയാണ്. മാത്രമല്ല ഇവർക്കിടയിലുള്ള ലിങ്കേജിൻ്റെ പേര് നേരത്തെ ഞാൻ പഠിപ്പിച്ചല്ലോ, ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണെന്ന്. ആ ലിങ്കേജ് ഈ ഗ്ലൂക്കോസിലെ എത്രാമത്തെ കാർബണിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഗ്ലൂക്കോസിലെ എത്രാമത്തെ കാർബണിലാണ് എൻഡ് ചെയ്യുന്നത് എന്ന് നിങ്ങൾ പഠിക്കണം. അതായത് മോനെ, 2 ഗ്ലൂക്കോസുകൾ തമ്മിൽ ഒരു ലിങ്കേജ് ഉണ്ട്. ആ ലിങ്കേജിൻ്റെ പേരാണ് ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഒന്നാമത്തെ പാർട്ടിലെ എത്രാമത്തെ കാർബണിൽ നിന്ന് രണ്ടാമത്തെ ഗ്ലൂക്കോസിലെ എത്രാമത്തെ കാർബണിലേക്കാണ് ഈ ലിങ്കേജ് ഫോം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് പഠിക്കാനും ഇതുപോലൊരു എളുപ്പവഴിയുണ്ട്. C1 C4 C1 C2 C1 C4 എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ ഡൈസാക്രൈഡിൽ നിങ്ങൾ പഠിക്കേണ്ട എല്ലാ കാര്യവും ഇവിടെ ഉണ്ട്. ഗ്ലൂക്കോസ് 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 ഫ്രക്ടോസ് ഗാലക്ടോസ് ഗ്ലൂക്കോസ് ആൽഫ 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 ബീറ്റ 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 C1 C4 C1 C2 C1 C4. അപ്പോൾ ഇവിടുത്തെ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്ലൂക്കോസിലെ 1ാമത്തെ കാർബണിൽ നിന്ന് ഈ ഗ്ലൂക്കോസിലെ 4ാമത്തെ കാർബണിലേക്കാണ്. ഇവിടെയാണെങ്കിൽ 1ാമത്തെ കാർബണിൽ നിന്ന് ഫ്രക്ടോസിലെ 2ാമത്തെ കാർബണിലേക്കാണ്. ഇവിടെ ഗാലക്ടോസിൻ്റെ 1ാമത്തെ കാർബണിൽ നിന്ന് ഗ്ലൂക്കോസിൻ്റെ 4ാമത്തെ കാർബണിലേക്കാണ്. അതാണ് C1 C4 C1 C2 C1 C4 എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഡൈസാക്രൈഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ പോളിസാക്രൈഡ്സ് പഠിക്കലും നിർബന്ധമാണ്. പോളിസാക്രൈഡിൽ നിങ്ങൾക്ക് പ്രധാനമായും പഠിക്കാനുള്ളതാണ് 3 പേരാണ്. പഠിച്ചു വെച്ചോ: സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ. ഈ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ആളെ വിളിക്കുന്ന വേറൊരു പേരാണ് ആനിമൽ സ്റ്റാർച്ച്. ആനിമൽ സ്റ്റാർച്ച് എന്നാണ് പേര് വിളിക്കുക. സെല്ലുലോസ് പ്ലാന്റ്സിലാണ് കാണപ്പെടുക എന്നും കൂട്ടത്തിൽ ഓർത്ത് വെച്ചേക്കുക. സ്റ്റാർച്ചിന് 2 കമ്പോണൻ്റ് ഉണ്ട്. സ്റ്റാർച്ച് 2 വിധമുണ്ട്. 2 വിധമല്ല, സ്റ്റാർച്ചിനുള്ളിൽ 2 പാർട്ടുണ്ട്. ആൽഫ അമൈലോസും ബീറ്റ അമൈലോസും. ബീറ്റ അമൈലോസിനെ വിളിക്കുന്ന വേറൊരു പേരാണ് അമൈലോ പെക്റ്റിൻ എന്നാണ് പേര് വിളിക്കുക. ബീറ്റ അമൈലോസിനെ വിളിക്കുന്ന മറ്റൊരു നെയിമാണ് അമൈലോ പെക്റ്റിൻ. കുഞ്ഞുങ്ങളെ, ഇതിൽ ഓരോരുത്തരുടെയും മോണോമർ ആരാണ്, അവരുടെ ലിങ്കേജ് ഏതാണ്, ബ്രാഞ്ച്ഡ് ആണോ അൺബ്രാഞ്ച്ഡ് ആണോ, അഥവാ ലീനിയർ ആണോ ബ്രാഞ്ച്ഡ് ആണോ, ഈ 3 കാര്യങ്ങൾ പഠിക്കൽ ഫർളാണ്, നിർബന്ധമാണ്. പഠിച്ചു വെച്ചോ. ആൽഫ അമൈലോസിൻ്റെ മോണോമർ ആൽഫ ഗ്ലൂക്കോസ് ആണ്. എന്താ മോണോമർ എന്ന് പറഞ്ഞാൽ? ആ ഒരു കോമ്പൗണ്ടിനെ ഉണ്ടാക്കാൻ ഉപയോഗിച്ച മെറ്റീരിയൽ, അതാണല്ലോ മോണോമർ. ആൽഫ ഗ്ലൂക്കോസ് ആണ്. ബീറ്റ അമൈലോസിലും അത് ആൽഫ ഗ്ലൂക്കോസ് തന്നെയാണ്. പഠിച്ചു വെക്കണേ. ബീറ്റ അമൈലോസിലും ആൽഫ ഗ്ലൂക്കോസ് തന്നെയാണ്. ഇപ്പോൾ സ്റ്റാർച്ചിന് 2 കമ്പോണൻ്റ് ഉണ്ട്, ആൽഫ അമൈലോസും ബീറ്റ അമൈലോസും. ആൽഫ അമൈലോസ് 15 മുതൽ 20% വരെയാണ് കാണപ്പെടുക. ബീറ്റ അമൈലോസ് 80 മുതൽ 85% സ്റ്റാർച്ചിൻ്റെ ടോട്ടൽ സ്റ്റാർച്ചിൽ ബീറ്റ അമൈലോസിൻ്റെ കോൺട്രിബ്യൂഷൻ. 2 പേരുടെയും മോണോമർ സെയിം ആണ്, ആൽഫ ഗ്ലൂക്കോസും ആൽഫ ഗ്ലൂക്കോസും. പിന്നെ എന്താ വ്യത്യാസം? ഇവിടുത്തെ ലിങ്കേജ് C1 C4 മാത്രമാണ്. ഇവിടെ C1 C4 ഉണ്ട്, C1 C6 ഉണ്ട് എന്നോർത്ത് വെച്ചേക്കുക. C1 C4 C1 C6 2 ടൈപ്പ് ലിങ്കേജ് അവിടെ ഉണ്ട്. എവിടെയെങ്കിലും C1 C4 എന്ന് മാത്രമാണ് ലിങ്കേജ് എങ്കിൽ ദാറ്റ് മോളിക്യൂൾ വിൽ ബി ലീനിയർ. അയാൾ ലീനിയർ ആയിരിക്കും. എവിടെയെങ്കിലും C1 C4 C1 C6 ഉണ്ട് നിങ്ങൾ കണ്ടാൽ ആ മോളിക്യൂള് ബ്രാഞ്ച്ഡുമായിരിക്കും. അത് കോമൺ ആണ്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ അത് പറയാൻ പറ്റും. അപ്പോൾ C1 C4 ആണോ C1 C6 ആണോ ബ്രാഞ്ചിങ്ങിന് കാരണക്കാരനായ ലിങ്കേജ് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കും? നിങ്ങളുടെ ഒരു ലോജിക്ക് വെച്ച് C1 C6 ആയിരിക്കും റെസ്പോൺസിബിൾ ഫോർ ബ്രാഞ്ചിങ്ങിന് കാരണം എന്താ? C1 C4 ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ C1 C4 ഉപയോഗിച്ച് ബ്രാഞ്ച് ഉണ്ടാവുമെങ്കിൽ ഇവിടെയും ബ്രാഞ്ച് വരണമല്ലോ, പക്ഷേ ഇത് ലീനിയറാണ്. അപ്പോൾ ഈ C1 C4 വെച്ചിട്ട് അയാൾക്ക് നേരെ ഇങ്ങനെ പോകാനേ പറ്റൂ. C1 C6 വെച്ചിട്ടാണ് ആ നേരെ പോകുന്നതിൽ നിന്ന് ബ്രാഞ്ചുകൾ ഉണ്ടാകുന്നത്. സോ റെസ്പോൺസിബിൾ ഫോർ ബ്രാഞ്ചിങ് ഏതാണ്? C1 C6 ആണ്. സെല്ലുലോസ് ആണെങ്കിൽ ചെറിയൊരു വ്യത്യാസം. മോണോമർ ആൽഫ അമൈലോസിന് പകരം ബീറ്റ അമൈലോസ് ആകും. പിന്നെ C1 C4 തന്നെയാണ് ലിങ്കേജ്.
അപ്പോൾ അയാൾ ലീനിയർ ആയിരിക്കോ ബ്രാഞ്ചഡ് ആയിരിക്കോ? ലീനിയർ ആയിരിക്കും. C1 C4 എന്ന് മാത്രം വന്നാൽ അത് ലീനിയർ ആയിരിക്കും. അപ്പോൾ ആൽഫ അമൈലോസിലെ ആൽഫ ഗ്ലൂക്കോസിന് പകരം ബീറ്റ ഗ്ലൂക്കോസ് ആയി കഴിഞ്ഞാൽ ബീറ്റ ഗ്ലൂക്കോസ് എന്നാണ് കേട്ടോ, ബീറ്റ അമൈലോസ് എന്ന് ഞാൻ പറഞ്ഞത്, ബീറ്റ ഗ്ലൂക്കോസ്. മോണോമർ ആരാന്ന് വെച്ചാൽ ബീറ്റ ഗ്ലൂക്കോസ്. ബീറ്റ ഗ്ലൂക്കോസ് ആയി കഴിഞ്ഞാൽ സെല്ലുലോസ് കിട്ടും. ബീറ്റ അമൈലോസ് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഗ്ലൈക്കോജൻ, ഒരു മാറ്റമില്ല, എല്ലാ കാര്യങ്ങളും അതുപോലെ. സോ മോണോമർ ആരാ? ആൽഫ ഗ്ലൂക്കോസ്. ഓക്കെ, ലിങ്കേജ് എങ്ങനെയാ? C1 C4 ആൻഡ് C1 C6. ബ്രാഞ്ചഡ് ആണോ ലീനിയർ ആണോ? ബ്രാഞ്ചഡ് ആണ്. ക്ലിയർ അല്ലേ? ഇത്രയുമാണ് നമുക്ക് പോളിസാക്കറൈഡ്സിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. ഇവിടെ നിങ്ങൾ എക്സ്ട്രാ പഠിക്കേണ്ട ഒരു കാര്യമാണ് റെഡ്യൂസിങ് ഷുഗർ ആൻഡ് നോൺ റെഡ്യൂസിങ് ഷുഗർ. ആരാണ് റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ്? മോനെ, എല്ലാ മോണോസാക്കറൈഡുകളും റെഡ്യൂസിങ് ആണ്. മോണോസാക്കറൈഡ്സ് എന്ന് പറഞ്ഞ് ഞാൻ 6 ആൾക്കാരെ ലിസ്റ്റ് തന്നില്ലേ? ഏതാ? എറിത്രോസ്, ഗ്ലിസറാൾഡിഹൈഡ്, ഫ്രക്ടോസ്, ഗ്ലൂക്കോസ്, റാംനോസ്, അതുപോലെ മാനോസ്, റൈബോസ്, ഇവരെല്ലാവരും റെഡ്യൂസിങ് ഷുഗേഴ്സാണ്. ഡൈസാക്കറൈഡ്സിൻ്റെ കൂട്ടത്തിൽ ഡൈസാക്കറൈഡ്സ് ഞാൻ 3 പറഞ്ഞു തന്നില്ലേ? അതിലാദ്യത്തെ മാൾട്ടോസും അവസാനത്തെ ലാക്ടോസും റെഡ്യൂസിങ് ആണ്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ സ്കിപ്പ് ചെയ്തതാരാ? സുക്രോസ്, അവൻ നോൺ റെഡ്യൂസിങ് ആണ്. കൂടെ ഓൾ പോളിസാക്കറൈഡ്സും. പോളിസാക്കറൈഡ്സ് ആരായിരുന്നു? നേരത്തെ ഞാൻ പഠിപ്പിച്ച ഈ സ്റ്റാർച്ച്, സെല്ലുലോസ്, ഗ്ലൈക്കോജൻ, അവരെല്ലാവരും പോളിസാക്കറൈഡാണ്, എല്ലാവരും നോൺ റെഡ്യൂസിങ് ആണ്. അപ്പോൾ റെഡ്യൂസിങ് ആൻഡ് നോൺ റെഡ്യൂസിങ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് റെഡ്യൂസിങ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോൺ റെഡ്യൂസിങ് എന്നൊക്കെ ചോദിച്ചാൽ ഏത് എക്സാമിനാണെങ്കിലും ആൻസർ കാണാൻ ഈ മോണോസാക്കറൈഡ്സ് ആരൊക്കെയാണ്, പോളിസാക്കറൈഡ് ആരൊക്കെയാണെന്ന് അറിയാവുന്നവന് എളുപ്പമാണ്. നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റ് പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റായി പഠിക്കാനുള്ള മറ്റൊരാളാണ് പ്രോട്ടീൻസ്. പ്രോട്ടീൻസിനെ ഉണ്ടാക്കിയിരിക്കുന്നത് ആൽഫ അമിനോ ആസിഡുകളെ കൊണ്ടാണ്. ആൽഫ അമിനോ ആസിഡ്സ് ഓർത്ത് വെക്കണേ. മോണോമർ ആരാ? ആൽഫ അമിനോ ആസിഡ്സ്. ദർ ആർ 20 അമിനോ ആസിഡ്സ് ഇൻ ഹ്യൂമൻ ബോഡി. മനുഷ്യൻ്റെ ശരീരത്തിൽ 20 അമിനോ ആസിഡുകൾ ഉണ്ട്. ഓൾ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ്. 20 അമിനോ ആസിഡുകളും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്, എക്സെപ്റ്റ് 1. ആരാണെന്നറിയോ? ഗ്ലൈസിൻ. ഗ്ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് അല്ലാത്ത ബാക്കി 19 ആളും ഒപ്റ്റിക്കലി ആക്റ്റീവാണ്. ഗ്ലൈസിൻ മാത്രം ഒപ്റ്റിക്കലി ആക്റ്റീവ് അല്ല. ഗ്ലൈസിൻ ആണ് ഏറ്റവും സിംപ്ലസ്റ്റ് അമിനോ ആസിഡ്, ഏറ്റവും ചെറിയ അമിനോ ആസിഡ് ഗ്ലൈസിനാണ്. അമിനോ ആസിഡുകൾ 20 എണ്ണത്തെ 3 ടൈപ്പായിട്ട് തിരിച്ചിരിക്കുന്നു. അസിഡിക് അമിനോ ആസിഡ് 3 എണ്ണം, ബേസിക് അമിനോ ആസിഡ്, അസിഡിക് അമിനോ ആസിഡ് 2 എണ്ണം, ബേസിക് അമിനോ ആസിഡ് 3 എണ്ണം, ന്യൂട്രൽ അമിനോ ആസിഡ് 15 എണ്ണം. ന്യൂട്രൽ അമിനോ ആസിഡ് ആരൊക്കെയാണെന്ന് പഠിക്കണ്ട. അസിഡിക്കും ബേസിക്കും അല്ലാത്തവനൊക്കെ ന്യൂട്രലാണ്. അസിഡിക് അമിനോ ആസിഡിന് 2 എക്സാമ്പിൾ ഉണ്ട്. അസ്പാർട്ടിക് ആസിഡ്, അസ്പാർട്ടിക് ആസിഡ് എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡും ഗ്ലൂട്ടാമിക് ആസിഡ് എന്ന് പറയുന്ന അമിനോ ആസിഡും അസിഡിക് അമിനോ ആസിഡാണ്. പേരിൽ തന്നെ ഉണ്ട് ആസിഡ് എന്ന്, അപ്പോൾ ഓർക്കാൻ എളുപ്പമാണ്. ബേസിക് അമിനോ ആസിഡ് മരിച്ചാലും മറക്കരുതാത്ത 3 ആളുണ്ട്. ലൈസിൻ, ആർജിനിൻ ആൻഡ് ഹിസ്റ്റിഡിൻ. ഈ 3 പേരെയും മറക്കാൻ പാടുള്ളതല്ല. ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റിഡിൻ. പാട്ട് പഠിച്ചോ? ലൈസിൻ, ആർജിനിൻ, ഹിസ്റ്റിഡിൻ ബേസിക് അമിനോ ആസിഡ്സ് ആണ്. താഴെ പറയുന്നതിൽ ഏതാണ് ന്യൂട്രൽ അമിനോ ആസിഡ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഈ പറഞ്ഞ 5 എണ്ണം അല്ലാത്തത് ഏതെന്ന് നോക്കിയാൽ മതി. പ്രോട്ടീനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോട്ടീനിന് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചേഴ്സ് ഉണ്ട്. പ്രൈമറി സ്ട്രക്ചറാണ് പ്രോട്ടീനിൻ്റെ സീക്വൻസ് ഓഫ് അമിനോ ആസിഡിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അമിനോ ആസിഡിൻ്റെ സീക്വൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പ്രൈമറി സ്ട്രക്ചറാണ്. അതിന് എക്സാമ്പിളാണ് ഇൻസുലിൻ. ഇൻസുലിനിൽ 2 ചെയിനുണ്ട്, ഒരു എ ചെയിനുമുണ്ട്, ഒരു ബി ചെയിനുമുണ്ട്. ഇൻസുലിൻ്റെ എ ചെയിനിൽ 21 അമിനോ ആസിഡും ബി ചെയിനിൽ 30 അമിനോ ആസിഡുമാണ് ഉള്ളത്. ടോട്ടൽ ഇൻസുലിനിൽ 51 അമിനോ ആസിഡുകളാണുള്ളത്. അപ്പോൾ ഒന്നാമത്തെ അമിനോ ആസിഡ് ആരാ, പിന്നെ ആരാ, പിന്നെ ആരാ, പിന്നെ ആരാ എന്നിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ സ്ട്രക്ചറിനെയാണ്
പ്രൈമറി സ്ട്രക്ചർ എന്ന് പേര് വിളിക്കുക. ഇൻസുലിനിൽ 51 അമിനോ ആസിഡാണ് ഉള്ളത് എന്ന അതിൻ്റെ സ്ട്രക്ചർ കണ്ടെത്തിയ സയൻറ്റിസ്റ്റിൻ്റെ പേരാണ് ഫ്രെഡറിക് സാങ്ങർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. നോട്ട് ചെയ്യുക, ഫ്രെഡറിക് സാങ്ങർ. സെക്കൻഡറി സ്ട്രക്ചർ 2 വിധമുണ്ട് മോനെ. ആൽഫ ഹെലിക്സ് എന്ന് പറയുന്ന സ്ട്രക്ചറും ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറും ഉണ്ട്. ആൽഫ ഹെലിക്സും ബീറ്റ പ്ലീറ്റഡ് ഷീറ്റും. എൻട്രൻസ് ആണ് ഇതിൻ്റെ ചിത്രത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല. ആൽഫ ഹെലിക്സിലും ബീറ്റ പ്ലീറ്റഡ് ഷീറ്റിലും കാണപ്പെടുന്ന അതിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഹൈഡ്രജൻ ബോണ്ടിങ്. ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്, ഒരിക്കലും മറക്കരുത്. സെക്കൻഡറി സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഇൻ്റർമോളിക്കുലാർ ഫോഴ്സ് ആരാണടാ? ഹൈഡ്രജൻ ബോണ്ടിങ്. ടേർഷറി സ്ട്രക്ചർ 2 വിധമുണ്ട്. ഒന്നാമത്തെ സ്ട്രക്ചറാണ് ഗ്ലോബുലാർ, രണ്ടാമത്തെ സ്ട്രക്ചറാണ് ഫൈബ്രസ്. ഈ ഗ്ലോബുലാർ പ്രോട്ടീൻ ബയോളജിക്കലി ആക്റ്റീവ് ആണ്, ഫൈബ്രസ് പ്രോട്ടീൻ ബയോളജിക്കലി ഇനാക്റ്റീവ് ആണ്. ഇയാൾക്കൊരു ബയോളജിക്കൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റും, ഇയാൾക്ക് അതിന് പറ്റില്ല. ഇത് ജസ്റ്റ് സ്ട്രക്ചറൽ സപ്പോർട്ട് മാത്രം കൊടുക്കുന്നവരാണ് ഫൈബ്രസ് പ്രോട്ടീൻ. ഗ്ലോബുലാർ പ്രോട്ടീൻ സൊല്യൂബിൾ ഇൻ വാട്ടറാണ്, വെള്ളത്തിൽ സൊല്യൂബിൾ ആകും. ഫൈബ്രസ് പ്രോട്ടീൻ വെള്ളത്തിൽ ഇൻസൊല്യൂബിൾ ആണ്. ഗ്ലോബുലാർ പ്രോട്ടീനിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ എക്സാമ്പിളാണ് ആൽബുമിൻ. ആൽബുമിൻ ആരാ? നമ്മുടെ എഗ് വൈറ്റിൽ കാണപ്പെടുന്ന, കോഴിമുട്ടയുടെ വെള്ളയിൽ കാണപ്പെടുന്ന പ്രോട്ടീനാണ് ആൽബുമിൻ. വേറെ ഗ്ലോബുലാർ പ്രോട്ടീനിന് എക്സാമ്പിളാണ് ഹീമോഗ്ലോബിൻ, ബ്ലഡിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. വേറൊരാളാണ് ഇൻസുലിൻ. ഇങ്ങനെ എന്തെങ്കിലും ബയോളജിക്കലി ഫങ്ഷൻ ചെയ്യുന്നവരെല്ലാം ഗ്ലോബുലാർ പ്രോട്ടീനാണ്. അതുപോലെ മിൽക്ക്, പാലിലുള്ള പ്രോട്ടീൻ, ഇതൊക്കെ ഏതാണ്? ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണ്. ഫൈബ്രസ് പ്രോട്ടീനിന് എക്സാമ്പിളാണ് മോനെ കെരാറ്റിൻ. കെരാറ്റിൻ എന്ന് പറയുന്നത്, കെരാറ്റിൻ മുടിയിലൊക്കെ ഉണ്ടാകുന്നത്. വേറൊരാളാണ് മയോസിൻ. മയോസിൻ. ഇവിടെ ഗ്ലോബുലാർ പ്രോട്ടീനിൽ ഗ്ലോബുലിൻ എന്നൊരാളും കൂടി ഉണ്ട്, ഗ്ലോബുലിൻ. ഫൈബ്രസ് പ്രോട്ടീനിൽ ഫൈബ്രിൻ എന്നൊരാളും കൂടി ഉണ്ട്. ക്വാട്ടർണറി സ്ട്രക്ചർ ഒരുപാട് പറയാനില്ല. ഇറ്റ് കണ്ടെയ്ൻ മോർ ദാൻ 1 പോളിപെപ്റ്റൈഡ് ചെയിൻസ്. ഒന്നിലധികം പോളിപെപ്റ്റൈഡ് ചെയിനുകൾ കൂടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ക്വാട്ടർണറി സ്ട്രക്ചർ. അത് ഡീപ്പായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രോട്ടീനിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പ്രോട്ടീനിൻ്റെ സ്വിറ്റർ അയോൺ പ്രോപ്പർട്ടിയെക്കുറിച്ച് അറിയണം. എടാ, പ്രോട്ടീനിൽ ഒരു COOH എന്ന ഗ്രൂപ്പ് ഉണ്ടാകും, അതുപോലെ ഒരു NH2 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഉണ്ടാകും അമിനോ ആസിഡുകളിൽ. അതിൻ്റെ സെൻറ്ററിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇവിടെയുള്ള ആൾ മാറുന്നതിനനുസരിച്ചാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് അമിനോ ആസിഡുകൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഈ സ്വിറ്റർ അയോണിനെ നമ്മൾ ലോ pH എടുത്തു കഴിഞ്ഞാൽ ഇയാൾ കാഥോഡിൻ്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. നോട്ട് ചെയ്ത് വെച്ചോ, ആ പോയിന്റുകളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സ്വിറ്റർ അയോണിനെ ലോ pH എടുത്തിട്ട് നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തി ഒരു ഭാഗത്ത് കാഥോഡ്, ഒരു ഭാഗത്ത് ആനോഡ് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിറ്റർ അയോൺ കാഥോഡിൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് കാണാൻ പറ്റും. അതുപോലെ ഹൈ pH എടുത്തു കഴിഞ്ഞാൽ, ഹൈ pH എന്ന് പറഞ്ഞാൽ ബേസിക് കണ്ടീഷനാണ്, ലോ pH എന്ന് പറഞ്ഞാൽ അസിഡിക് കണ്ടീഷനാണ്. ഹൈ pHൽ ഇയാൾ ആനോഡിൻ്റെ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോൾ ലോ pHനും ഹൈ pHനും ഇടയിലൊരു ഇൻ്റർമീഡിയറ്റ് pH ഉണ്ടാവില്ലേടാ? ആ ഇൻ്റർമീഡിയറ്റ് pHൽ സ്വിറ്റർ അയോൺ കാഥോഡിലേക്കോ ആനോഡിലേക്കോ മൂവ് ചെയ്യില്ല. ആ ഒരു സ്പെസിഫിക് പോയിന്റിനെയാണ് നമ്മൾ ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്ന് പേര് വിളിക്കുക. ഐസോ ഇലക്ട്രിക് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റർമീഡിയറ്റ് pH വേർ ദി സ്വിറ്റർ അയോൺ മൂവ്സ് നെയ്തർ ടുവാർഡ് കാഥോഡ് നോർ ടുവാർഡ്സ് ആനോഡ്. കാഥോഡിലേക്കോ ആനോഡിലേക്കോ മൂവ് ചെയ്യാത്ത പോയിന്റാണ് ഐസോ ഇലക്ട്രിക് പോയിന്റ്. ഓക്കെ അല്ലേ? ഒരു കാര്യം ഇവിടെ പറയാൻ വിട്ടുപോയത്, പ്രോട്ടീൻസിൻ്റെ മോണോമറായിട്ടുള്ള ആൽഫ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞില്ലേ, ഈ ആൽഫ അമിനോ ആസിഡ്സ് എല്ലാവരും, മോസ്റ്റ് ഓഫ് ദി ആൽഫ അമിനോ ആസിഡ്സും L കോൺഫിഗറേഷൻ ആണ് എന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്ക് കേട്ടോ. L കോൺഫിഗറേഷൻ. അതെന്താ സാറേ L? അതൊന്നും നോക്കണ്ട. 2 ടൈപ്പ് കോൺഫിഗറേഷൻ ഉണ്ട്, L ഉണ്ട്, D ഉണ്ട്. അമിനോ ആസിഡുകൾ മെജോറിറ്റിയും L കോൺഫിഗറേഷൻ ആണ് എന്ന് ഓർത്ത് വെച്ചേക്കുക. ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ. ഡീനാച്ചുറേഷൻ. എടാ, പ്രോട്ടീനിനെ ഡീനാച്ചുറേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഗ്ലോബുലാർ പ്രോട്ടീൻ ഫൈബ്രസ് പ്രോട്ടീനായി മാറലാണ്
സിംപ്ലി ഡീനാച്ചുറേഷൻ. ഡീനാച്ചുറേഷൻ്റെ സമയത്ത് ഗ്ലോബുലാർ പ്രോട്ടീൻ ഫൈബ്രസ് പ്രോട്ടീനായി മാറും. അത് നടത്താൻ പറ്റുന്ന കണ്ടീഷൻസ് ഒന്ന് pH ചേഞ്ച് ചെയ്യുക, ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്യുക, അതുപോലെ റേഡിയോ ആക്ടിവിറ്റി അല്ലെങ്കിൽ UV അൾട്രാ വയലറ്റ് അവിടെ എക്സ്പോസ് ചെയ്യുക, കെമിക്കൽ റിയാക്ഷൻസ് നടത്തുക. കെമിക്കൽ റിയാക്ഷൻസ് ഇങ്ങനെ പല വിധത്തിൽ നമുക്ക് ഗ്ലോബുലാർ പ്രോട്ടീനിനെ ഫൈബ്രസ് പ്രോട്ടീനാക്കി മാറ്റാൻ പറ്റും. ആൻഡ് ദിസ് പ്രോസസ് ഈസ് കോൾഡ് ഡീനാച്ചുറേഷൻ. ഡീനാച്ചുറേഷൻ എന്ന പ്രോസസ്സ് ഇറിവേഴ്സിബിൾ ആണ് എന്നുകൂടി കൂട്ടത്തിൽ ഓർത്ത് വെച്ചേക്കുക. നിങ്ങൾക്കറിയാം ഈ ഗ്ലോബുലാർ പ്രോട്ടീൻ ബയോളജിക്കലി ആക്റ്റീവാണ്, ഫൈബ്രസ് പ്രോട്ടീൻ ബയോളജിക്കലി ഇനാക്റ്റീവാണ്. അപ്പോൾ ഈ ഡീനാച്ചുറേഷൻ്റെ സമയത്ത് എന്തെല്ലാം ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടാകും? പ്രൈമറി, സെക്കൻഡറി, ടേർഷറി സ്ട്രക്ചറുകൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ എന്നാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ. പഠിച്ചു വെച്ചോ. പ്രൈമറി സ്ട്രക്ചർ ഒരു ചേഞ്ചും സംഭവിക്കില്ല, നോ ചേഞ്ച്. ഓക്കെ. അപ്പോൾ ഡീനാച്ചുറേഷൻ നടത്തുന്ന സമയത്ത് pH ചേഞ്ച് ചെയ്തിട്ടോ ടെമ്പറേച്ചർ ചേഞ്ച് ചെയ്തിട്ടോ UV അടിച്ചിട്ടോ കെമിക്കൽ റിയാക്ഷൻ നടത്തിയിട്ടോ നിങ്ങൾ ഡീനാച്ചുറേഷൻ നടത്തിയാലും പ്രൈമറി സ്ട്രക്ചറിന് ചേഞ്ച് ഇല്ല. സെക്കൻഡറി ആൻഡ് ടെർഷറി സ്ട്രക്ചറുകൾ അവിടെ ചേഞ്ച് ചെയ്യും എന്ന് കൂട്ടത്തിൽ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. മോനെ, പ്രധാനപ്പെട്ട കുറച്ച് എൻസൈമുകളെ പരിചയപ്പെടണം. ഞാനിവിടെ കുറേ കൺവേർഷൻസ് എഴുതിയിട്ടുണ്ട്. ഈ കൺവേർഷൻസിന് സഹായിക്കുന്ന എൻസൈമുകൾ ആരെല്ലാമാണെന്ന് കാണാതെ പഠിക്കണം. സ്റ്റാർച്ചിനെ മാൾട്ടോസ് ആക്കി മാറ്റുന്നത് ആരാണ്? ഡയാസ്റ്റേസ് എന്ന് പറയുന്ന എൻസൈമാണ്. പേര് പഠിക്കണേ. മാൾട്ടോസിനെ ഗ്ലൂക്കോസ് ആക്കുന്നവൻ്റെ പേര് മാൾട്ടേസ് എന്നാണ്. സൂക്രോസിനെ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ് ആക്കി മാറ്റുന്നത് നേരത്തെ നമ്മൾ പഠിച്ചു, ഇൻവെർട്ടേസ് ആണ്. ആ ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസിനെ എത്തനോളും കാർബൺ ഡൈ ഓക്സൈഡും ആക്കി മാറ്റുന്നത് സൈമേസ് എന്ന് പറയുന്ന എൻസൈമാണ്. എൻസൈമുകളുടെ പേര് പഠിച്ചു വെക്കുക. പ്രോട്ടീൻസിനെ അമിനോ ആസിഡ് ആക്കി മാറ്റുന്ന ആളാണ് പ്രോട്ടിയേസ്. ലിപ്പിഡുകളെ അതിൻ്റെ മോണോമറായിട്ടുള്ള ഫാറ്റി ആസിഡും ഗ്ലിസറോളും ആക്കി മാറ്റുന്നതാണ് ലിപ്പേസ് എന്ന് പറയുന്ന എൻസൈംസ്. വൈറ്റമിൻസ് NCERTയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന ഭാഗമാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ഭാഗമാണ്. വൈറ്റമിൻസിൽ ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിനും വാട്ടർ സൊല്യൂബിൾ വൈറ്റമിനും രണ്ട് വിധത്തിലുണ്ട്. ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിന് ഈ കോഡ് ഓർത്താൽ മതി, അഡക്. വൈറ്റമിൻ A, വൈറ്റമിൻ D, വൈറ്റമിൻ E, വൈറ്റമിൻ K, 4 പേരും ഫാറ്റ് സൊല്യൂബിൾ വൈറ്റമിനാണ്. വാട്ടർ സൊല്യൂബിൾ വൈറ്റമിൻ എക്സാമ്പിളാണ് Bയും Cയും. ഇതിൻ്റെ ഇടയിലുള്ള 2 പേര്. കുഞ്ഞെ, വൈറ്റമിൻസിനെ കുറിച്ച് ഞാനിപ്പോൾ ഇവിടെ ഇത്ര പറഞ്ഞ് നിർത്തുമെങ്കിലും വൈറ്റമിൻസിനെ കുറിച്ച് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത് NCERTയിലെ ഒരു ടേബിളാണ്. ഞാനത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം അത് ഇൻക്ലൂഡ് ചെയ്താൽ തീരൂല. നിങ്ങൾക്ക് ഈ ചെറിയ സമയം കൊണ്ട് എനിക്കത് പറഞ്ഞു തരാൻ ഒന്നും അതിലില്ല. പക്ഷെ അത് നിങ്ങൾ പഠിക്കൽ മസ്റ്റാണ്. ആ ടേബിൾ പഠിക്കൽ മസ്റ്റാണ്. എന്തൊക്കെ പഠിക്കണം? വൈറ്റമിൻസിൻ്റെ നെയിം പഠിക്കണം. അതിൽ പറയുന്നുണ്ട് റെറ്റിനാൽ എന്ന് പറയുന്ന ആളാണ് വൈറ്റമിൻ A. അതുപോലെ വൈറ്റമിൻ B6ൻ്റെ പേര് റൈബോഫ്ലാവിൻ, വൈറ്റമിൻ B12ൻ്റെ പേര് സയാനോകൊബാലമീൻ. ഇങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ നെയിംസ് NCERT കൊടുത്തിട്ടുണ്ട്. ആ പേര് പഠിക്കണം. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ്. വൈറ്റമിൻ A കുറഞ്ഞു കഴിഞ്ഞാൽ സീറോഫ്താൽമിയ, നൈറ്റ് ബ്ലൈൻഡ്നെസ് ഒക്കെ ഉണ്ടാകുമെന്ന്. പിന്നെ വൈറ്റമിൻ B1, B2, B6, B12 ഇതിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഡിസീസ് അവിടെ കൊടുത്തിട്ടുണ്ട്. വൈറ്റമിൻ C, അസ്കോർബിക് ആസിഡ്, അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസാണ് സ്കർവി. അപ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു ടേബിൾ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗം ഞാൻ ഓവർടേക്ക് ചെയ്യാണ്. അത് നിങ്ങൾ പഠിക്കൽ ഫർളാണ്. ഓക്കെ അല്ലേടാ? നെക്സ്റ്റ് ന്യൂക്ലിക് ആസിഡ്സ് ആണ്. ന്യൂക്ലിക് ആസിഡ്സ് സിമ്പിളാണ്. ന്യൂക്ലിയോടൈഡുകളാണ് ന്യൂക്ലിക് ആസിഡിൻ്റെ മോണോമർ. ന്യൂക്ലിക് ആസിഡിൻ്റെ മോണോമർ എന്ന് പറയുന്നത് ന്യൂക്ലിയോടൈഡുകളാണ്. ന്യൂക്ലിയോടൈഡുകൾ കൂടി ചേർന്നാണ് ന്യൂക്ലിക് ആസിഡ് ഉണ്ടായത്. ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാടാ? ന്യൂക്ലിയോടൈഡ് എന്ന് പറഞ്ഞാൽ അതിലൊരു പെൻഡോസ് ഷുഗർ ഉണ്ടാകും. പെൻഡോസ് ഷുഗർ ഉണ്ടാകും. അതിലൊരു നൈട്രോജിനസ് ബേസ് ഉണ്ടാകും. ഫൈനലി അതിലൊരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാകും. ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഓക്കെ. പെൻഡോസ് ഷുഗർ, നൈട്രോജിനസ് ബേസ്. നൈട്രോജിനസ് ബേസ് 2 വിധം. ആരൊക്കെയാണ്? പ്യൂരിൻ ആൻഡ് പിരിമിഡിൻ എന്ന് പറയുന്ന 2 ആൾക്കാരാണ് പിരിമിഡിൻ.
നൈട്രോജിനസ് ബേസ്. പ്യൂരിൻസ് ആൻഡ് പിരിമിഡിൻസ്. പ്യൂരിൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 2 എക്സാമ്പിളാണ് അഡിനിൻ ആൻഡ് ഗ്വാനിൻ. അഡിനിനും ഗ്വാനിനും പ്യൂരിൻസ് ആണ്. പിന്നെ സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് തൈമിൻ എന്ന് പറയുന്ന 3 പേരാണ് പിരമിഡിൻസ്. സൈറ്റോസിൻ, യുറാസിൽ ആൻഡ് തൈമിൻ. എഞ്ചിനീയറിങ്ങിന് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, ചിലപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു വന്നവരാണെങ്കിൽ ഈ പേരുകൾ അത്ര സുപരിചിതമായിരിക്കില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും എടുത്തു പറഞ്ഞു തന്നത്. ഇതിൽ ഒന്നാമത്തെയും രണ്ടാമത്തെയും ആളുകൾ മാത്രം കൂടി ചേർന്നാൽ, പെൻറ്റോസ് ഷുഗറും നൈട്രോജനസ് ബേസ് മാത്രം കൂടി ചേർന്നാൽ ദാറ്റ് ഈസ് കോൾഡ് ന്യൂക്ലിയോസൈഡ് എന്നാണ് പേര്. 2 ടൈപ്പ് ന്യൂക്ലിക് ആസിഡ്സ് ഉണ്ട്. ആരൊക്കെയാണ്? DNA ആൻഡ് RNA. അവർ തമ്മിലുള്ള പ്രധാനപ്പെട്ട ഡിഫറൻസ് പഠിക്കണം. ഒന്ന്, DNA-യുടെ ഫുൾ നെയിം ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. RNA-യുടെ ഫുൾ നെയിമോ ഡിയോക്സി എന്നുള്ള വാക്കിന് ഒഴിവാക്കിയാൽ മതി, റൈബോ ന്യൂക്ലിക് ആസിഡ്. അപ്പോൾ DNA-യിലെ പെൻറ്റോസ് ഷുഗർ ഏതാ? DNA-യിലെ പെൻറ്റോസ് ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ആണ്. RNA-യിലെ പെൻറ്റോസ് ഷുഗർ എന്ന് പറയുന്നത് വെറും റൈബോസ് ആണ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. പെൻറ്റോസ് ഷുഗർ എന്ന് പറയുന്നത് ഡിയോക്സി റൈബോസ് ആണ്. ഡിയോക്സി റൈബോസ്, ഇവിടെ അത് വെറും റൈബോസ്. DNA ഡബിൾ സ്ട്രാൻഡഡ് ആണ്, RNA സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. DNA-യിൽ യുറാസിൽ ആബ്സെൻ്റ് ആയിരിക്കും. DNA-യിൽ യുറാസിൽ ഉണ്ടാവില്ല. RNA-യിൽ തൈമിൻ ആബ്സെൻ്റ് ആയിരിക്കും. ഓക്കെ. പിന്നെ DNA-യുടെ പണി RNA സിന്തസിസ് ആണ്. ഫങ്ഷൻ, DNA-യുടെ ഫങ്ഷൻ RNA സിന്തസിസ് ആണ്. RNA ഉണ്ടാക്കുക എന്നതാണ് DNA-യുടെ പണി. പ്രോട്ടീൻ സിന്തസിസ് ആണ് RNA-യുടെ ഫങ്ഷൻ. DNA എവിടെ കാണപ്പെടുക? സീൻ DNA is present in nucleus. ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് DNA ഉണ്ടാവുക. RNA ഉണ്ടാവുക സൈറ്റോപ്ലാസത്തിലാണ്. സൈറ്റോപ്ലാസം. DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയ സയൻറ്റിസ്റ്റ് ആരാണ്? DNA ഫിംഗർ പ്രിൻറ്റിംഗ് കണ്ടെത്തിയ സയൻറ്റിസ്റ്റാണ് അലക് ജെഫ്രി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ്. ഈ പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ നോൺ റെഡ്യൂസിങ് ഷുഗർ? സൂക്രോസും എല്ലാ പോളിസാക്കറൈഡുകളും നോൺ റെഡ്യൂസിങ് ആണെന്ന് ഞാൻ പഠിപ്പിച്ചിരുന്നു. ഗ്ലൂക്കോസും ടൊളൻസ് റിയേജൻറ്റും വരുമ്പോൾ അവിടെ റിയാക്ഷൻ നടക്കുന്നു എന്നുള്ളത് എന്തിനുള്ള പ്രൂഫാണ്? ഗ്ലൂക്കോസിൽ ഒരു ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ട് എന്നതിനുള്ള പ്രൂഫാണ്. ഞാൻ പഠിപ്പിച്ചതല്ലേടാ, അതിൻ്റെ ഓപ്പൺ സ്ട്രക്ചറിനുള്ള പ്രൂഫാണ്. പോളിസാക്കറൈഡ്സ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റുകളാണ്. കാർബോഹൈഡ്രേറ്റിലെ ലിങ്കേജ് ആരാണ്? ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ആണ്. ലാക്ടോസിലേക്ക് വെള്ളം ഒഴിച്ചാൽ എന്തൊക്കെ കിട്ടും? ലാക്ടോസിനെ ഡിസോസിയേറ്റ് ചെയ്യിപ്പിച്ചാൽ ഗ്യാലക്ടോസും ഗ്ലൂക്കോസും കിട്ടും. എ ഗ്യാലക്ടോസ് ആൻഡ് ഫ്രക്ടോസ്, ഇക്യുമോളാർ മിക്സർ ഓഫ് ഗ്യാലക്ടോസ് ആൻഡ് ഗ്ലൂക്കോസ്. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഇക്യുമോളാർ എന്ന് പറഞ്ഞാൽ ഒരേ അളവിൽ 1:1 റേഷ്യോയിൽ. ഗ്ലൂക്കോസ് ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താണ് കിട്ടുക? ഞാൻ പഠിപ്പിച്ചില്ലേടാ, ബ്രോമിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ ഗ്ലൂക്കോണിക് ആസിഡാണ്. മൈൽഡ് ഓക്സിഡേഷനാണ്. സ്ട്രോങ് ഓക്സിഡേഷൻ നടത്തിയാൽ ഗ്ലൂക്കാറിക് ആസിഡ് കിട്ടും. ഗ്ലൂക്കോസ് ഇസ് റിയാക്റ്റഡ് വിത്ത് HNO3. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സാധനം HNO3 എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആണ്. അപ്പോൾ സക്കാറിക് ആസിഡ് അല്ലെങ്കിൽ ഗ്ലൂക്കാറിക് ആസിഡാണ് പ്രൊഡക്റ്റ്. നേരത്തെ പഠിപ്പിച്ചതാണ്. ഗ്ലോബുലാർ പ്രോട്ടീൻ എവിടേക്കാണ് ഉള്ളത്? ബ്ലഡിലുണ്ട്, ഹീമോഗ്ലോബിൻ, എഗ്ഗിലുണ്ട്, ആൽബുമിൻ, മിൽക്കിലുണ്ട്. ഒക്കെ ഞാൻ പറഞ്ഞതാണ് നേരത്തെ. ഓൾ ഓഫ് ദീസ്. ആസിഡിക് അമിനോ ആസിഡ് ഏതാണ്? ഗ്ലൂട്ടാമിക് ആസിഡ്. ആസിഡ് എന്ന പേരുണ്ടെങ്കിൽ പിന്നെ ഒന്നും അവിടെ നോക്കാനില്ല. ആൽഫ ഹെലിക്സ് എന്ന് പറഞ്ഞാൽ അയാളുടെ സെക്കൻഡറി സ്ട്രക്ചർ അല്ലേടാ പ്രോട്ടീനിൻ്റെ. ഏത് സ്ട്രക്ചറാണ്? സെക്കൻഡറി സ്ട്രക്ചറാണ്. മോസ്റ്റ് ഓഫ് ദി നാച്ചുറലി ആൽഫ അമിനോ ആസിഡ്സ് ആർ L കോൺഫിഗറേഷൻ. ഒക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസേ ബയോമോളിക്യൂൾസ് എന്ന് വരൂ. ഒരുപാട് ചിന്തിക്കാനുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് പെട്ടെന്ന് അടിച്ചു മിന്നിപ്പോണത്. പ്രോട്ടീൻസ് ഓൺ ഹൈഡ്രോളിസിസ്. പ്രോട്ടീൻസിന് ഹൈഡ്രോളിസിസ് നടത്തിയാൽ എന്ത് കിട്ടും? പ്രോട്ടീൻസിന് ഹൈഡ്രോളിസിസ് നടത്തുക പറഞ്ഞാൽ ചെറുതാക്കിയാൽ അമിനോ ആസിഡ് കിട്ടും. ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആൽഫ ഹെലിക്സിനെയാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പ്രോട്ടീൻ ഈസ് സ്റ്റെബിലൈസ്ഡ് ബൈ ഏതാ? സെക്കൻഡറി സ്ട്രക്ചറിനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് ഉറപ്പായും ചോദിക്കും എന്ന് പറഞ്ഞ് ഞാൻ പഠിപ്പിച്ചു തന്നു. ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ആൽഫ ഹെലിക്സ് ആയാലും ബീറ്റാ പ്ലീറ്റഡ് ഷീറ്റ് ആയാലും ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് ലീഡ്സ് ടു ലോസ് ഓഫ് ഇറ്റ്സ് ബയോളജിക്കൽ ആക്ടിവിറ്റി ബൈ. എന്തുകൊണ്ടാണ്? ഏതൊക്കെ സ്ട്രക്ചറാണ് മാറുന്നത്? ഏതാ? പ്രൈമറി സ്ട്രക്ചർ മാറുന്നുണ്ടോ? ഇല്ല.
പ്രൈമറി സ്ട്രക്ചർ മാറുന്നില്ല. ലോസ് ഓഫ് ബോത്ത് സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സ്ട്രക്ചർ. സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സ്ട്രക്ചർ മാറുമ്പോഴാണ് ഡീനാച്ചുറേഷൻ സംഭവിക്കുക. പ്രോട്ടീൻസ് ആർ കണ്ടൻസേഷൻ പോളിമർ ഓഫ് സിമ്പിൾ. എന്തുകൊണ്ടാണ് പ്രോട്ടീനിനെ ഉണ്ടാക്കിയിരിക്കുന്നത്? ആൽഫ അമിനോ ആസിഡുകളെ കൊണ്ടാണ്. നമ്പർ ഓഫ് അമിനോ ആസിഡ്സ് ഫൗണ്ട് ഇൻ പ്രോട്ടീൻസ് ദാറ്റ് എ ഹ്യൂമൻ ബോഡി ക്യാൻ സിന്തസൈസ്. ആൻസർ 20 അല്ല, ഹ്യൂമൻ ബോഡി ക്യാൻ സിന്തസൈസ് 10 എണ്ണമാണ്. 20 അമിനോ ആസിഡ് ബോഡിയിലുണ്ട്, അതിൽ 10 എണ്ണം ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റും, 10 എണ്ണം ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും, പറ്റാത്ത 10 എണ്ണം, അവരെയാണ് നമ്മൾ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പേര് വിളിക്കുക. അപ്പോൾ എസെൻഷ്യൽ അമിനോ ആസിഡ് എന്ന് പറഞ്ഞാൽ ഫുഡിലൂടെ നമ്മൾ ഉള്ളിലേക്ക് നിർബന്ധമായും കൊടുക്കേണ്ടത് എന്നാണ് അർത്ഥം. ബാക്കി 10 എണ്ണത്തിൻ്റെ പേരാണ് നോൺ എസെൻഷ്യൽ. ഫുഡിലൂടെ കൊടുക്കൽ നിർബന്ധമില്ലാത്തത്. വൈ? ബോഡിക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബോഡിക്ക് എത്ര ഉണ്ടാക്കാൻ പറ്റും എന്ന് വെച്ചാൽ 10. മോസ്റ്റ് കോമൺ ടൈപ്സ് ഓഫ് സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഓഫ് പ്രോട്ടീൻ ആർ ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ്. ഈച്ച് polypeptide in a protein has amino acid linked with each other in a specific sequence. The sequence of amino acid is said to be. അമിനോ ആസിഡിൻ്റെ സീക്വൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സ്ട്രക്ചർ ഏതാടാ? പ്രൈമറി സ്ട്രക്ചർ. പ്രോട്ടീൻ വിത്ത് സ്പേഷ്യൽ 3-dimensional സ്ട്രക്ചർ ആൻഡ് ബയോളജിക്കൽ ആക്ടിവിറ്റി. ബയോളജിക്കൽ ആക്ടിവിറ്റി എന്നാണ് കേട്ടാൽ ഉറപ്പാ ഏതാ? ഗ്ലോബുലാർ പ്രോട്ടീൻ. ക്ലിയർ അല്ലേടാ? ഇൻ aqueous solution അമിനോ ആസിഡ്സ് മോസ്റ്റ്ലി എക്സിസ്റ്റ് ആസ്. അമിനോ ആസിഡ് എങ്ങനെ എക്സിസ്റ്റ് ചെയ്യുക? സ്വിറ്റർ അയോൺസ്. അതുകൊണ്ട് COO മൈനസും NH3+ഉമായിട്ടാണ് ഇതാ NH3+ഉം COO മൈനസും അങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുക. ഓൺലി അമിനോ ആസിഡ് വിച്ച് ഇസ് നോൺ കൈറാൽ. നോൺ കൈറാൽ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് എന്നാണ്. കൈറാൽ എന്ന് പറഞ്ഞാൽ ഒപ്റ്റിക്കലി ആക്റ്റീവ്, നോൺ കൈറാൽ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ്. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഇസ് ഡെവലപ്ഡ് ഡ്യൂ ടു ദി സ്റ്റോറേജ് ഓഫ് വിച്ച് വൈറ്റമിൻ. ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, പഠിക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞ ഡെഫിഷ്യൻസി ഡിസീസാണ്. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഡിസീസാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. വൈറ്റമിൻ ഏതാണ് വാട്ടർ സൊല്യൂബിൾ? ബിയും സിയും മാത്രമാണ് വാട്ടർ സൊല്യൂബിൾ. സോ ദി ആൻസർ ഈസ് ഓപ്ഷൻ 1. വൈറ്റമിൻ B6 വിളിക്കുന്ന പേരാണ് പൈറഡോക്സിൻ. പൈറഡോക്സിൻ ഈസ് ദി നെയിം ഓഫ് സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആണ്. B6. DNA കോംപ്ലിമെൻ്ററി ബേസസ് ആരൊക്കെയാണ്? DNA അഡിനിന് ഇക്വലൻ്റ് ആയിട്ട് തൈമിനും ഗ്വാനിന് ഇക്വലൻ്റ് ആയിട്ട് ആരാണ്? സൈറ്റോസിനുമാണ്. അതെ, ഇക്വലൻ്റ് ആയിട്ട് സൈറ്റോസിനുമാണ് വരിക. ആരില്ല? യുറാസിലില്ല. അപ്പോൾ എങ്ങനെയാടാ? അഡിനിൻ ആൻഡ് തൈമിൻ, ഗ്വാനിൻ ആൻഡ് സൈറ്റോസിൻ. ഓപ്ഷൻ 2. ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ചാപ്റ്റർ ബയോ മോളിക്യൂൾസ്. ചെറിയ ചാപ്റ്ററാണ്, തിയറി ചാപ്റ്ററാണ്. പഠിച്ചാൽ ഒരു മാർക്ക് പോലും ഒരിക്കലും മിസ്സാവാൻ ചാൻസ് ഇല്ലാത്ത ചാപ്റ്ററാണ്. ഓൾ ദി ബെസ്റ്റ്.